നിരീക്ഷണങ്ങൾ പ്രവൃത്തിഫലത്തിൽ നടപ്പിലാക്കിയതല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. ഇത് മനുഷ്യന്റെ ജനനം കുരങ്ങുകളിൽ നിന്നാണെന്ന് പരിഗണിച്ചിരുന്നു. മാർക്സും എംഗൽസും നിർദ്ദേശിച്ചത് മതം, മൂല്യങ്ങൾ, കുടുംബം എന്നീ ആശയങ്ങൾ മനുഷ്യർക്ക് ആവശ്യമില്ലെന്നാണ്. ഈ മൂഢവിശ്വാസത്തെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയാണ് കംറോഷ് കൊലനിലങ്ങൾ ഒരുക്കിയത്. സൈനികർക്ക് നേരിയ സംശയം തോന്നിയാൽ മതി, കൊലനിലങ്ങളിൽ വെച്ച് അവർ ആരെയും കൊലപ്പെടുത്തും. കംറോഷ് കൊല നടത്തിയത് ആദ്യം ഒരു വെടിയുണ്ട തലയ്ക്ക് വെച്ചുകൊണ്ടായിരുന്നു. പിന്നീട് വെടിയുണ്ട നഷ്ടപ്പെടുന്നത് തടയുവാൻ ജനങ്ങളുടെ തലയിൽ പ്ലാസ്റ്റിക് കൊണ്ട് മൂടി ശ്വാസം മുട്ടിച്ചായി കൊല. രാജ്യത്തിന്റെ ആകെ 9 ദശലക്ഷം വരുന്ന ജനസംഖ്യയിൽ ഏകദേശം 3 ദശലക്ഷത്തോളം ആളുകളെ ഈ രീതിയിലാണ് കൊലപ്പെടുത്തിയത്. ഇന്ന് കംറോഷികൾ കൊലപ്പെടുത്തിയവരുടെ തലയോടുകളും അസ്ഥികളും നോംപെന്നിലെ ഒരു മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വധിക്കുന്നതിന് മുമ്പ് കംറോഷികളെടുത്ത ഇവരുടെ ചിത്രങ്ങളിലുള്ള മുഖങ്ങളിൽ ആ ഭയാനകത ഒരാൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതാണ് കമ്മ്യൂണിസവും ഭൗതികവാദ പ്രത്യയശാസ്ത്രവും മനുഷ്യവംശത്തിന് നൽകിയ കെടുതി. ദൈവത്തെ നിഷേധിക്കുന്ന ഏത് പ്രത്യയശാസ്ത്രവും മൂല്യങ്ങളിലേക്ക് മടങ്ങിവരും. മനുഷ്യവംശത്തിനുമേൽ എല്ലാവരും ഇതേ രീതിയിൽ ഏൽപ്പിക്കുന്ന ദുരന്തങ്ങൾ നിരന്തരം നടക്കുന്ന ഒരു വലിയ യുദ്ധഭൂമിയായാണ് ദൈവം ലോകത്തെ കരുതുന്നതും പഠിപ്പിക്കുന്നതും. പ്രപഞ്ചനാഥൻ പ്രസ്തുത സത്യം തുറന്നു കാണിക്കുന്നത് ഈ ഖുർആൻ വചനങ്ങളിലൂടെയാണ്. മനുഷ്യകരങ്ങളുടെ പ്രവർത്തനഫലമായി കരയിലും കടലിലും കുഴപ്പം പ്രകടമായിരിക്കുന്നു. അവർ ചെയ്തു കൂട്ടിയതിൽ ചിലതിന്റെയെങ്കിലും ഫലം ഇവിടെ വെച്ച് തന്നെ ആസ്വദിപ്പിക്കാനാണ്. അവർ ഒരു വേള നന്മയിലേക്ക് മടങ്ങിയെങ്കിലോ. അറുപത്തിയെട്ടിലെ തലമുറ. ആയിരത്തി 1960കളിൽ കമ്മ്യൂണിസം അതിന്റെ ഉച്ചിയിലെത്തി. സോവിയറ്റ് യൂണിയനും മറ്റ് പശ്ചിമ ബ്ലോക്കുകളും മോസ്കോയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് വാഴ്ച നിയന്ത്രിച്ചു. ചൈനയിൽ മാവോയെ ദൈവപദവിയിലേക്ക് ഉയർത്തുകയും അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രം ഒരിക്കലും തെറ്റുപറ്റാത്ത വഴികാട്ടിയായി കരുതപ്പെടുകയും ചെയ്തു. ക്യൂബയിൽ ഫിഡൽ കാസ്ട്രോ ഭരണം നടത്തി. കോങ്ങോയിലും ബൊളീവിയയിലും കമ്മ്യൂണിസ്റ്റ് ഗറില്ല നേതാവ് ചെഗ്വേര ഒളിപ്പോർ സംഘടിപ്പിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ഏഷ്യയിലെയും മറ്റു ചില രാഷ്ട്രങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദ സംഘടനകളുടെയോ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെയോ ഭീഷണിയുടെ കീഴിലായിരുന്നു. ഈ കാലയളവിൽ തന്നെ തികച്ചും അപ്രതീക്ഷിതമായ സ്ഥലത്ത് പൊട്ടിത്തെറിക്ക് വിധേയമായി. പാശ്ചാത്യ യുവാക്കളുടെ ഇടയിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം വർദ്ധിച്ച തോതിൽ പ്രചരിച്ചു. ഈ പ്രതിഭാസത്തിന് ഹെബേർട്ട് മാർക്വിസ് എന്ന മാർക്സിസ്റ്റ് ചിന്തകന് വലിയ പങ്കാണുള്ളത്. തൊഴിലാളികൾ എന്ന് ലെനിനും ഗ്രാമീണ കർഷകരെന്ന് മാവോയും വിപ്ലവ വർഗങ്ങൾക്ക് നൽകിയതിൽ നിന്ന് വ്യത്യസ്തമായി ഹെബേർട്ട് ഇവർക്ക് പുതിയ ഒരു വ്യാഖ്യാനം നൽകി.
യുവത്വം. ഇതേ മാർക്വസ് ലെനിനും മാർക്സുമായി അടിസ്ഥാനപരമായ ഒരു ആശയത്തിൽ യോജിക്കുന്നു. അത് സംഘർഷമാണ്. പ്രപഞ്ചത്തിലെ അടിസ്ഥാന നിയമമെന്ന ഡാർവിന്റെ തെളിവില്ലാത്ത സിദ്ധാന്തമായിരുന്നു അത്. സംഘർഷത്തിലുള്ള മാർക്വസിന്റെ വിശ്വാസം 68-ാം തലമുറയെ തെരുവിലിറക്കി. ബ്രിട്ടീഷ് യുവാക്കൾ തെരുവുകൾ നീളെ വടക്കൻ വിയറ്റ്നാം നേതാവ് ഹോച്ചിമിനെ പിന്തുണച്ചുകൊണ്ട് പ്രതിഷേധ റാലികൾ നടത്തി. ഇറ്റലിയിൽ ഇടതുപക്ഷ ഗ്രൂപ്പുകൾ ഭീകരവാദം അഴിച്ചുവിട്ടു. 1968-ൽ ഫ്രാൻസിലായിരുന്നു ഏറ്റവും വലിയ പൊട്ടിത്തെറി നടന്നത്. പാരീസിൽ പഠിതാക്കൾ സർവകലാശാലകൾ പിടിച്ചടക്കുകയും ആഘോഷങ്ങളിൽ സോഷ്യലിസ്റ്റ് മുദ്രാവാക്യങ്ങൾ അവർ മുഴക്കുകയും ചെയ്തു. കുട്ടികളെ അനുകൂലിച്ചുകൊണ്ട് മറ്റ് ഇടതുപക്ഷ ഗ്രൂപ്പുകൾ മാർച്ചുകൾ സംഘടിപ്പിച്ചപ്പോൾ കാര്യങ്ങൾ വല്ലാതെ വളരാൻ തുടങ്ങി. മാർക്സിസ്റ്റ് വിദ്യാർത്ഥികൾ കാറുകൾ തച്ചുടക്കുകയും കടകളും മറ്റ് സ്ഥാപനങ്ങളെയും തകർക്കുകയും വീഥികൾ കൈയടക്കുകയും ചെയ്തു. 50 ദിവസങ്ങൾക്കകം പാരീസ് ഒരു യുദ്ധക്കളമായി മാറി. ചുവപ്പ് കൊടികൾക്ക് കീഴിൽ മാർച്ച് ചെയ്ത നരഹത്യ അമർച്ച ചെയ്യുവാൻ മാസങ്ങൾ വേണ്ടിവന്നു. 1968-ലെ വിദ്യാർത്ഥികളുടെ സംഭവ വികാസങ്ങൾ മൂടുപടമണിഞ്ഞ് മറ്റ് പല രാജ്യങ്ങളിലും അരങ്ങേറി. അതോടൊപ്പം അത് സാമൂഹ്യ സംഘർഷങ്ങൾക്കും ഭീകര നടപടികൾക്കും എന്തിനേറെ ആഭ്യന്തര കലാപങ്ങൾക്കും വഴിവെച്ചു. അക്കാലത്തെ അവരുടേതായ രാഷ്ട്രീയവും സാമ്പത്തികവുമായ കാരണങ്ങളാൽ പ്രകോപിതരായ യുവാക്കൾ കമ്മ്യൂണിസം പരിഹാരം നിർദ്ദേശിക്കുമെന്ന് പ്രത്യാശിച്ചു. അറുപത്തെട്ടാം തലമുറ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അകപ്പെടാൻ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക രീതിയിൽ സൃഷ്ടിച്ചെടുത്ത വിദ്യാഭ്യാസ വ്യവസ്ഥ. ആ യുവാക്കൾക്ക് കമ്മ്യൂണിസ്റ്റുകാരാകുവാൻ വേണ്ടതിനാവശ്യമായ അടിസ്ഥാന തത്വാധിഷ്ഠിത വിഷയങ്ങളിൽ സൂക്ഷ്മവും വിശദവും അത്യാവശ്യവുമായ പരിശീലനം നൽകി. കമ്മ്യൂണിസത്തിന് വേണ്ട പ്രകൃതിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ആശയങ്ങൾ അടങ്ങിയതെന്ന് കാൾ മാർക്സ് പറഞ്ഞ ഡാർവിന്റെ സിദ്ധാന്തം സ്കൂളുകളിൽ തെളിയിക്കപ്പെട്ട ശാസ്ത്രവസ്തുതയാണെന്ന മട്ടിൽ പഠിപ്പിച്ചു. മനുഷ്യർ മൃഗങ്ങളുടെ വർഗത്തിൽപ്പെട്ടവരാണെന്നും സംഘർഷങ്ങളിലൂടെയാണ് അവൻ വികാസം പ്രാപിച്ചതെന്നുമുള്ള ഡാർവിന്റെ ആശയത്തിൽ ആകൃഷ്ടരായ അവർ ഭീകരതയിലേക്കും അരാജകത്വത്തിലേക്കും നീങ്ങാൻ അധിക സമയം വേണ്ടിവന്നില്ല. നമുക്കിപ്പോൾ ഓർമ്മിക്കാവുന്നത് ചൈനീസ് കമ്മ്യൂണിസത്തിന്റെ വികാസത്തിന് നിലപാടൊരുക്കിയത് ഡാർവിനിസമാണ് എന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാവോയുടെ രക്തം പുരണ്ട ഭരണം ഉയർന്നു വന്നതെന്നുമാണ്. ഈ ചലച്ചിത്രം മുഴുവനും വ്യക്തമാക്കുന്നത് വളരെ സുപ്രധാനമായ ഒരു വസ്തുതയാണ്. മനുഷ്യനെ മൃഗങ്ങളുടെ വർഗങ്ങളോട് സമമായി പരിഗണിക്കുകയും അതിന്റെ വികാസത്തിന്റെ അടിസ്ഥാനം പരസ്പരമുള്ള സംഘർഷമാണെന്ന് വിശ്വസിക്കുകയും ചെയ്ത ഒരു ലോകവീക്ഷണത്തിന്റെ ഫലമാണ് കമ്മ്യൂണിസം. സമൂഹത്തിൽ ഈ വീക്ഷണം നിലനിൽക്കുമ്പോൾ അതിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഫലമായി അത് തുടരും. അനുയോജ്യമായ രാഷ്ട്രീയവും സാമൂഹികവുമായ ഒരു കാലാവസ്ഥ കണ്ടെത്തിയാൽ കമ്മ്യൂണിസം സ്വയം പുനഃക്രമീകരിക്കുകയും വീണ്ടും രക്തച്ചൊരിച്ചിൽ ഉണ്ടാവുകയും ചെയ്യും. സോവിയറ്റ് യൂണിയനിലും മറ്റ് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും പിഴുതെറിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ നമ്മുടെ ജാഗ്രതയെ അതിജീവിച്ച് കടന്നുവരാൻ പാടില്ല എന്നത് വസ്തുതയാണ്. കമ്മ്യൂണിസം ഇപ്പോഴും ലോകത്തിന് ഒരു ഭീഷണിയാണ്. കാരണം ആ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വശാസ്ത്രം ഇപ്പോഴും സജീവമാണ്. മറ്റൊരർത്ഥത്തിൽ ഡാർവിനിസവും ഭൗതികവാദവും ഇപ്പോഴും സജീവമായി നിൽക്കുന്ന സ്ഥിതിക്ക് കമ്മ്യൂണിസം മനുഷ്യരാശിക്ക് നേർക്കുള്ള ഗുരുതരമായ ഭീഷണിയായി നിലനിൽക്കുക തന്നെ ചെയ്യും. വിഷയം അതായ സ്ഥിതിക്ക് തത്വശാസ്ത്രപരമായ അടിത്തറയെ ഉന്മൂലനം ചെയ്യുന്നതിലാണ് പരിഹാരം അടങ്ങിയിട്ടുള്ളത്. ഡാർവിനിസത്തിനും ഭൗതികവാദ തത്വശാസ്ത്രത്തിനും ഒരർത്ഥത്തിലും ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്തതു കാരണം യാതൊരു വിധത്തിലും അത് സത്യമെന്ന വ്യാജേന സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടാൻ പാടില്ല. തങ്ങൾ മൃഗങ്ങളല്ലെന്നും ദൈവം തന്ന ധാർമ്മിക മൂല്യങ്ങളുടെ വെളിച്ചത്തിൽ ജീവിക്കേണ്ട ബഹുമാന്യരായ സൃഷ്ടികളാണെന്നും ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്.